ഈ ഒരു പുതിയ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു 25 ദിവസം നിന്റെ ജനനത്തിന് വേണ്ടി എപ്രകാരമാണ് ഞങ്ങൾ ഒരുങ്ങേണ്ടതെന്ന് കൃത്യമായി ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ഞങ്ങളെ അതിനെ ശക്തരാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നവന് ദൈവം സമീപസ്ഥനാണ്. ഈശോയെ, മനസ്സ് തുറന്ന് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. തമ്പുരാനെ, ഈ ഒരു ഡിസംബർ 25-ാം തീയതി നിന്റെ ഈ ജന്മത്തിരുനാളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു സമ്മാനം ലഭിക്കുവാൻ തക്ക വിധത്തിൽ നീ ഞങ്ങൾക്ക് മേൽ കൃപ ചൊരിയണമേ. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഏറ്റവും മനോഹരമായി ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ശുഭ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളോട് അപേക്ഷ കൊള്ളണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നടന്നെടുത്തത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഒരു 25 നോമ്പിന്റെ തയ്യാറെടുപ്പുകൾ, അത് 25-ാം ദിവസം പിറക്കുന്ന ഈശോയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു തയ്യാറെടുപ്പാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ 1-ാം തീയതി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിതത്തെ എല്ലാം ഒരുക്കി ഈ ഒരു തയ്യാറെടുപ്പിലായിരിക്കണമെന്നാണ് നമ്മൾ ഈ ആദ്യ നാളുകളിൽ ചിന്തിക്കേണ്ടത്. ഡിസംബർ 1 ഇന്ന് തന്നെ ഈ ഒരു ശുശ്രൂഷ നടത്തുവാൻ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കാരണം കുറച്ചും കൂടെ ബൂസ്റ്റായി സ്പിരിച്വൽ ലൈഫില്, ആത്മീയതയില് കുറച്ചും കൂടെ ഒരു ഊർജത്തോടുകൂടെ ഈ ഒരു നോമ്പൊക്കെ എടുത്ത് ഈശോയുടെ ജന്മദിനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ പറ്റുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക? സഭ നമുക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഒരു ആനുവൽ അവേക്കനിങ് ആണിത്. ഒരു വാർഷിക നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുതുക്കല്. ഈ 25 നോമ്പിലൂടെ നമ്മൾ ചെയ്യുവാൻ പോവുക. 25 നോമ്പ് കഴിയുമ്പോൾ തന്നെയാണ് പുതിയ വർഷവും ആരംഭിക്കുക. ഈ വർഷത്തെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും പാപങ്ങളും എല്ലാം ഈ 25 നോമ്പിലൂടെ തമ്പുരാന്റെ ജന്മത്തിലൂടെ കഴുകിക്കളഞ്ഞ് നമ്മള് പുതിയൊരു മനുഷ്യരായി പുതിയ വർഷത്തിലേക്കും പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടെന്നാലും തമ്പുരാന്റെ ജന്മത്താലും ഈ വർഷത്തിന്റെ അവസാനമായതിനാലും ഈ ഒരു നോമ്പ് അല്ലെങ്കിൽ ഈ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. UK-ല് ഡിസംബർ 1 മുമ്പ് തന്നെ ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ദിവസങ്ങളിൽ ഇവിടെ അടുത്തുള്ള ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ സന്ദർശിക്കുകയായിരുന്നു. കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആൾക്കാരുടെ ജനക്കൂട്ടങ്ങളാണ് ഈ ക്രിസ്മസ് മാർക്കറ്റിലുള്ളത്. ട്രീ അലങ്കരിക്കാനുള്ള ഡെക്കറേഷൻസ് വാങ്ങിക്കാനും, പുൽക്കൂട് കെട്ടാനുള്ള സാമഗ്രികൾ വാങ്ങിക്കാനും, അല്ലെങ്കിൽ ക്രിസ്മസിന് ധരിക്കേണ്ട വസ്ത്രങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ആൾക്കാർ തിക്കിക്കൂടി ഈ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഇന്ന് ഞാൻ പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ ഈ മാർക്കറ്റിലുള്ള ആൾക്കാരുടെ 2% പോലും കാണാനില്ല എന്നുള്ളത് എന്നെ വളരെയേറെ വേദനിപ്പിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും
ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിബദിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. കണ്ണുകൾ അടയ്ക്കാമോ? തമ്പുരാനെ, ഈ വചനം ഇന്നത്തെ ഞങ്ങളുടെ ഈ തയ്യാറെടുപ്പിന്റെ തുടക്കത്തിലുള്ള ഞങ്ങളുടെ ആത്മീയതയുടെ പുതിയൊരു ഒരുക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളിൽ ജ്ഞാനം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെവികളെ, ഞങ്ങളുടെ കണ്ണുകളെ, ഞങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട അധരങ്ങളെയും ഈശോയെ കരങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ വചനം ശ്രവിക്കുവാൻ തക്ക വിധത്തിൽ, ഈ വചനം മനസ്സിലാക്കുവാൻ തക്ക വിധത്തിൽ എല്ലാം ക്രമീകരിക്കണമേ. ഇതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയെ അത് ഇപ്പോൾ തന്നെ നീക്കം ചെയ്യണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല കാവൽ മാലാഖമാരുടെയും സംരക്ഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ വിശുദ്ധരുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകലതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ടുത്തരമില്ലണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞതുപോലെ ക്രിസ്മസ് മാർക്കറ്റിൽ ആൾക്കാരുണ്ട്, എന്നാൽ പള്ളിയിൽ ഈ ഒരു ഒരുക്കത്തിന് ആൾക്കാരില്ല. ഇതിലേക്കാണ് നമ്മൾ ഇന്ന് ഈ വചനത്തിലൂടെ കടന്നു പോവുക. വചനം കൃത്യമായി പറയുന്നത് നിങ്ങള് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുമെന്നാണ്. ഈ വചനം റിയലി കണക്ട് ചെയ്യുന്നത് തമ്പുരാന്റെ രണ്ടാം വരവിലേക്കാണ് എങ്കിലും രണ്ടാം വരവിലേക്കുള്ള ആ ഒരു തയ്യാറെടുപ്പ് ഇന്നു മുതൽ തന്നെ നമുക്കുണ്ടായിരിക്കണം. ഈ ഒരു ജനന തിരുനാളിന്റെ തയ്യാറെടുപ്പിലും ഇതുണ്ടായിരിക്കണമെന്ന് ബ്രദർ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവൻ. വചനത്തെ പറയുന്ന പോലെ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയുണ്ട് മനസ്സു ദുർബലമാവുകയും എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ നീഡ്സ് അല്ല ഈ ഒരു കാലഘട്ടത്തിന്റെ തയ്യാറെടുപ്പിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. നമ്മളുടെ ഈ മോഡേൺ ഡേയുടെ ഒരു പ്രധാനപ്പെട്ട ചലഞ്ചാണിത്. നമ്മള് ക്രിസ്മസ് ആഘോഷിക്കുവാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ ഈസ്റ്റർ ആഘോഷിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ കാര്യങ്ങളാണ്. നമ്മളുടെ ഷോപ്പിംഗ് ലിസ്റ്റ്, നമ്മൾക്ക് നല്ല ഡ്രസ്സുകളുണ്ടോ, പള്ളിയിൽ പോകാൻ ഡ്രസ്സുകളുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പുൽക്കൂടിനുള്ള ക്രമീകരണങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള നീഡ്സിലാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തമ്പുരാന്റെ ജന്മത്തിരുനാൾ പോലെയുള്ള തയ്യാറെടുപ്പുകളിൽ മുഴുകിയിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ പ്രധാനപ്പെട്ട വേറൊരു ചലഞ്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്, തിരക്കുകൾ. ക്രിസ്മസ് കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ക്രിസ്മസിന് വേണ്ടി പ്രിപ്പയർ ആവുന്ന ഈ കാലഘട്ടത്തിലാണ് ഒരുപാട് തിരക്കുകളിൽ നമ്മളായിരിക്കുക. ബിസി സ്കെഡ്യൂൾസ് ആയിരിക്കും. പല കാര്യങ്ങൾ, പഠനത്തിനാവട്ടെ അല്ലെങ്കിൽ ജോലിക്കാവട്ടെ, ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ബിസി സ്കെഡ്യൂൾസിലൂടെ പോകുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കുകയില്ല. മൂന്നാമതായി നമ്മളുടെ ജീവിത വ്യഗ്രത. ഇതിനകത്ത് പറയുന്നുണ്ട് ജീവിത വ്യഗ്രതയ്ക്ക്
നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങൾക്ക്, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്ക്, സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ തലയിൽ ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചലഞ്ചസ് ആയി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. സാമ്പത്തികമില്ല, എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കും? കൃത്യമായി ശമ്പളം വരുന്നില്ല, എങ്ങനെ ഈ ഒരു ക്രിസ്മസ് കടന്നുകൂടും? പ്രിയപ്പെട്ടവരെ, ഈ ചലഞ്ചസിനെയൊക്കെ മാറ്റിവെക്കാൻ ഈ ഒരു 25 നോമ്പിന്റെ ആരംഭത്തിൽ സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രധാനപ്പെട്ട സഭ നൽകുന്ന ചില സൊല്യൂഷൻസിലൂടെ ഒന്ന് പ്രാർത്ഥനയാണ്. വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ഈ ഒരു 25 ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ജപമാല നമ്മൾ നിരന്തരം ചൊല്ലിയിരിക്കണം. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലെ ഒരു സമയം ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം മാറ്റിവെക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം യുവജനങ്ങളാണ്. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം യുവജനങ്ങളാണ്. ഈ യുവത്വത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും പിന്നീടുള്ള കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചാൽ ദാറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ് ടു അസ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഹാബിറ്റായി മാറും. ഇന്ന് യുവജനങ്ങളായ നാം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥനയിലും സഭ നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ആയിരുന്ന ഈ ഒരു പ്രിപ്പറേഷൻ ഏറ്റവും മനോഹരമായി അനുഗ്രഹമാക്കി തീർത്താൽ, നാളെ വിവാഹം കഴിക്കാത്തവർ വിവാഹം കഴിക്കുമ്പോഴും അത് ആ കുടുംബത്തിലേക്ക് വരും. പിന്നീട് അവർക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതാണ് സ്റ്റാർട്ടിങ്. നമ്മൾ എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ മാത്രമേ നമ്മളുടെ പിന്നീടുള്ള ജീവിതവും നമ്മുടെ അടുത്ത തലമുറയും ആവുകയുള്ളൂ. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ, ഈ ഒരു നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു ദിനം പോലും ഉണ്ടാവരുത്. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവണം. ഈ ഒരു സമയത്ത്, 25 നോമ്പിന്റെ ഈ ഒരു സമയത്ത് ഒരു മിനിറ്റ് അപ്പാ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്നത്തെ എൻ്റെ സഹനങ്ങളെ, ഇന്നത്തെ എൻ്റെ നേട്ടങ്ങളെ, ഇന്നത്തെ എൻ്റെ ദുഃഖങ്ങളെ, ഇന്നത്തെ എൻ്റെ പ്രയാസങ്ങൾ, ഇന്നത്തെ എൻ്റെ സന്തോഷങ്ങളെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞെഴുന്നേൽക്കുക. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മനസ്താപ പ്രകടനം ചൊല്ലുക. വൈകുന്നേരങ്ങളിൽ, ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ജപമാലകൾ ചൊല്ലാമെങ്കിൽ ജപമാലകൾ ചൊല്ലുക. വൈകുന്നേരങ്ങളിൽ വീണ്ടും ഒരു പ്രാർത്ഥന നടത്തുക. ഇന്നത്തെ ദിവസം എത്രയും മനോഹരമാക്കിയതിന് നന്ദി എന്ന് പറഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് വിശുദ്ധ കുരിശ് വരച്ച് കിടക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ചൈതന്യത്തിൽ ഈ 25 ദിവസവും ആയിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ആയിരുന്നാൽ നേരത്തെ പറഞ്ഞ ഈ ചലഞ്ചസ് ഒന്നും നിങ്ങളുടെ തലയെ ഭരിക്കില്ല. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നവനറിയാം ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. എന്നെ സ്ട്രെസ് ചെയ്യുന്നതൊന്നും ഞാൻ ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ ഞാൻ സൊല്യൂഷൻ കണ്ടെത്തേണ്ട ഒന്നല്ല, ദൈവമാണ് അതിന് കണ്ടെത്തേണ്ടതെന്ന്. ദൈവം എന്നെ അതിന് സഹായിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റിംഗ് ആണ്. സഭ പറയുന്നുണ്ട് ഉപവാസത്തെ പറ്റി. സഭ പറയുന്നുണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ വർജിക്കേണ്ട കാര്യത്തെ പറ്റി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ബ്രദർ അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിച്ചേർത്ത് കൊള്ളട്ടെ. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വർജിക്കുവാൻ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഓക്കെ, ചിലർക്ക് സോഷ്യൽ മീഡിയാസിലൂടെ പോകുന്നതായിരിക്കും ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുക. ജസ്റ്റ് ഫാസ്റ്റിംഗ് ഓൺ യുവർ സോഷ്യൽ മീഡിയാസ്. സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ മധുരമായിരിക്കും, ഷുഗർ, ഫാസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കുക.
കാരണം സാധാരണ ഒരു മലയാളി കുടുംബത്തിൽ എന്നും മീനും മുട്ടയും ഇതൊന്നും ഉണ്ടാവില്ല. മാസത്തിൽ 2 അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അത് വർജിക്കാൻ എളുപ്പമാണ്. പക്ഷേ എന്നും നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ, ഇന്നും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് ഒരു ഫാസ്റ്റിംഗ് എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ഈ 25 നോമ്പ് വളരെ എഫക്റ്റീവ് ആയിരിക്കും. 3, മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുക, ഇല്ലാത്തവന് കൊടുക്കുക, സഹായിക്കേണ്ടവന്റെ അവന്റെ മനസ്സ്, മറ്റുള്ളവന്റെ മനസ്സ് കണ്ട് സഹായിക്കുക. സഹായം വേണമെന്ന് തോന്നുന്നെങ്കിൽ അത് സഹായിക്കുക, ചെയ്തു കൊടുക്കുക. അത് നമുക്കില്ല എങ്കിലും ഇല്ലായ്മയിൽ നിന്നും ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങളിലൂടെ നമ്മളുടെ ഈ മോഡേൺ ഡേയിലെ നമ്മളുടെ ചലഞ്ചസ് നമ്മൾ പൂർണ്ണമായും അതിനൊരു സൊല്യൂഷൻസ് ഉണ്ടാകും. ഈ 3 കാര്യത്തെ പ്രധാനമായും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ എടുത്തു വെക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ ആ വ്യഗ്രതകൾ, വെയ്റ്റ്സ്, ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? വെയ്റ്റ്സ് ഓഫ് ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വെയ്റ്റ്സ് അല്ല, അതെല്ലാം മാറ്റിവെച്ചിട്ട് തമ്പുരാന് പൂർണ്ണമായി കൊടുക്കുക. അങ്ങനെ പൂർണ്ണമായും തമ്പുരാന്റെ ജന്നത്തിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി ഈ ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മാതൃകയാക്കേണ്ട ഒരാളുണ്ട്. വേറെ ആരുമല്ല. ക്രിസ്മസിന് വേണ്ടി, തമ്പുരാന്റെ ജന്നത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ടത് പരിശുദ്ധ അമ്മയെ തന്നെയാണ്. എങ്ങനെയായിരുന്നു അവളുടെ പ്രിപ്പറേഷൻ? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു സ്വയം വിട്ടുകൊടുത്ത്. അവളുടെ ബെത്ലഹേമിലേക്കുള്ള ദുരിതം പിടിച്ച യാത്രയൊക്കെ ഉണ്ട്. തൻ്റെ മകന്റെ ജന്നത്തിന് വേണ്ടി അവൾ അനുഭവിച്ച വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്. ഇല്ലായ്മകളിലും അവൾ സന്തോഷിച്ചാണ് തൻ്റെ മകന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്, തൻ്റെ മകന്റെ ജന്നത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, we should prepare just as Mary prepared herself. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ 25 നോമ്പിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് പരിശുദ്ധ അമ്മ തയ്യാറെടുത്തതുപോലെയാണ്. അതുകൊണ്ട് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ ആ ഒരു അനുഗ്രഹം തീർച്ചയായും നമ്മൾ നേടിയെടുക്കണം. പരിശുദ്ധ അമ്മ ഒരുങ്ങിയതുപോലെ ഈ 25 നോമ്പിൽ ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കണം. കാരണം സന്തോഷത്തിന്റെ ദിവ്യരഹസ്യത്തിലാണ് ഈശോയുടെ തിരുജനനവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ കിടക്കുക. നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം സമയങ്ങളിൽ, നേരങ്ങളിൽ, നാളുകളിൽ സന്തോഷത്തിന്റെ ദിവ്യരഹസ്യം ധ്യാനിച്ച് ജപമാല ചൊല്ലുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധ അമ്മ എന്തേ ചെയ്തത്? അവളുടെ ഗർഭപാത്രം ദൈവത്തിന്റെ പുത്രന്റെ ജന്നത്തിന് വേണ്ടി ഇങ്ങനെ ഓപ്പണാക്കി ഒരുക്കി കൊടുത്തതുപോലെ നമ്മുടെ ഹൃദയവും ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പ്രത്യേക തയ്യാറെടുപ്പിന്റെ നാളുകളിൽ തുറക്കണം. ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. എങ്ങനെയാണ്? ഹൃദയത്തെ ഒന്ന് വാഷ് ചെയ്യണം. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്തു കളയണം. നമ്മളിപ്പോൾ ഒരു അലമാരിയില് ഒരു പ്രധാനപ്പെട്ട സാധനം നമ്മൾക്ക് വെക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ അലമാരിയിലുള്ള ആവശ്യമില്ലാത്ത സാധനമെല്ലാം എടുത്ത് പിന്നിലിടും. എന്നിട്ട് ഇതിനു വേണ്ടി സ്ഥലമൊരുക്കും. നമ്മളുടെ ജീവിത വ്യഗ്രതകളാവട്ടെ, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാവട്ടെ, ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു 25 ദിവസം, പ്രിയപ്പെട്ടവരെ, ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ്. അത് അനുഗ്രഹമായിരിക്കുമെന്ന് പറയുക. അങ്ങനെ 25-ാം ദിവസം നമ്മുടെ ഹൃദയത്തിൽ തമ്പുരാൻ വന്ന് ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, ഇറ്റ് വിൽ ബി ബ്ലെസ്സിങ്. ഹൃദയം തുറന്നു കൊടുക്കുക. Give your heart to him. Open your heart to him.
പ്രിയപ്പെട്ടവരെ, അതിന് നമുക്ക് സാധിക്കട്ടെ. പ്രാക്ടിക്കലായി ഒരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങളും കൂടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ദിനംപ്രതിയുള്ള ജപമാലകൾ. ദിനംപ്രതിയുള്ള ജപമാലകൾ, ദിനംപ്രതിയുള്ള വിശുദ്ധ കുർബാനകൾ, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുവാൻ സാധിക്കുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ നിത്യാരാധന ചാപ്പലുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ തന്നെ അഡോറേഷൻസ്, ആരാധന നടക്കുന്ന സമയമുണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആരാധനയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ആയിരിക്കുക. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ശ്രമിക്കുക. ദിനംപ്രതി റോസറി, ജപമാല ചൊല്ലാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സു തുറന്നൊരു കുമ്പസാരം നടത്തുക. ഇത്രയും പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മളുടെ ഈ ഒരു പ്രധാനപ്പെട്ട തയ്യാറെടുപ്പ് പകുതിയായി. അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രധാനപ്പെട്ടതായി കണ്ട് ദിനംപ്രതിയുള്ള ജപമാല, ദിനംപ്രതിയുള്ള വിശുദ്ധ കുർബാന, നമ്മുടെ ആരാധനയുടെ മുമ്പിൽ സമയം ചെലവഴിക്കുന്നത്, മനസ്സു തുറന്നുള്ളൊരു കൺഫെഷൻ, കുമ്പസാരം, ഇത് നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഈ ഒരു തയ്യാറെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കട്ടെ. സഭ പഠിപ്പിക്കുന്നത് 3 രീതിയിലാണ്, 3 പ്രാവശ്യമാണ് തമ്പുരാൻ വരിക, ഈശോ വരിക. ഒന്ന്, ഹിസ്റ്റോറിക്കലി 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. 2, ഡെയിലി മാസസിലൂടെ, വിശുദ്ധ കുർബാനകളിലൂടെ, നമ്മുടെ ചുറ്റുമുള്ള അപരനിലൂടെ ഈശോ ദിനംപ്രതി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 3, രണ്ടാമത്തെ ആഗമനം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു 25 ദിവസം മാത്രം നീണ്ടു നിൽക്കാത്ത ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാവണം എന്ന് സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയോടെ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. കാരണം സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കോറിയിടാം. തമ്പുരാനെ, ഈ ഒരു നിന്റെ മുമ്പിൽ ആയിരിക്കാൻ, നിന്റെ മുമ്പിൽ ഹൃദയം തുറന്ന് ആയിരിക്കുവാനുള്ള കരുത്ത് ലഭിക്കുവാൻ വേണ്ടി സദാ പ്രാർത്ഥിക്കുവാൻ, സദാ ജാഗരൂകരായിരിക്കുവാൻ, സദാ ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാമോ? കണ്ണുകൾ അടയ്ക്കാമോ? ഈശോയെ, ഇതൊരു തുടക്കമാണ് ഞങ്ങൾക്ക്. ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ പലതും തുടങ്ങിയിട്ടുണ്ടെങ്കിലും പലതും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പാ, ഈ 25 നോമ്പ് വളരെ സീരിയസ് ആയി എടുക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നോമ്പിന്റെ നാളുകള് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുവാൻ, അങ്ങനെ ജന്നത്തിരുനാളിൽ ഈശോയെ പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ജനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. ഈ നാളുകളിൽ ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കണമേ. നല്ലൊരു കുമ്പസാരം ചെയ്യുവാനുള്ള അവസരം ലഭിക്കണമേ. ജപമാലകൾ നിരന്തരം ചൊല്ലുവാനുള്ള അവസരങ്ങൾ ലഭിക്കണമേ. ഇതിനൊന്നും തടസ്സമായി ഒന്നും ഉണ്ടാകരുതേ. കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിത വ്യഗ്രതകളും ഞങ്ങളുടെ ഫിസിക്കൽ പ്രിപ്പറേഷൻസും എല്ലാം മാറ്റിവെച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവേക്കനിങ്ങിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ നേടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങനെ സന്തോഷത്തോടെ നമ്മൾ യാത്ര തുടങ്ങാം. നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ഈശോയുടെ കൂട്ടുകാരുടെ മീറ്റിംഗിൽ നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.
ആവേ മരിയ.